കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെ മുൻ മന്ത്രിയും എംഎൽഎയുമായ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാനാകുമോ? അതാണ് ചോദ്യം. 2 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിച്ചാൽ നിയമസഭാംഗത്വം നഷ്ടമാകും. അടുത്ത 6 വർഷത്തേക്ക് മത്സരിക്കാനും സാധിക്കില്ല. നമുക്കിതിന്റെ നിയമവശം പരിശോധിക്കാൻ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജും രാഷ്ട്രീയ ഭാവി എന്തെന്ന് വിശകലനം ചെയ്യാൻ റഹീസ് റഷീദും ചേരുകയാണ്. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിംഗ്. നിയമവശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സാധ്യതകൾ എങ്ങനെയാണ് നിൽക്കുന്നത്? സുജയ പാർവതി, വെരി ഗുഡ് ഈവനിങ്. ഇതിൽ ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാകുന്നത് തന്റെ നിയമസഭാ അംഗത്വം റദ്ദാകും എന്ന കാര്യമാണ്. കാരണം ഏറ്റവും കുറഞ്ഞ ശിക്ഷ 2 വർഷം, ഏറ്റവും കുറഞ്ഞ 2 വർഷമെങ്കിലും ജയിൽ ശിക്ഷ ലഭിച്ചാൽ സ്വാഭാവികമായും നിയമസഭാംഗത്വം റദ്ദാകും. ജനപ്രാതിനിധ്യ നിയമത്തിന് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 8(3) വകുപ്പ് അനുസരിച്ച് 2 വർഷത്തിൽ കൂടുതലുള്ള ഏത് ശിക്ഷ, 2 വർഷമോ അതിൽ കൂടുതലുള്ള ഏത് ശിക്ഷ ലഭിച്ചാലും ഈ നിയമസഭാംഗത്വം അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ആ അവകാശം ഇല്ലാതാകുന്ന സാഹചര്യമുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്ക്, ജയലളിത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഈ സമാനമായ നിയമം മൂലം അവരുടെ ഈ അധികാരം നഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള അംഗത്വം, നിയമസഭാ അംഗത്വം റദ്ദായിരുന്നു. ആന്റണി രാജുവിനെ സംബന്ധിച്ച് അതിൽ ഒരു ആശ്വസിക്കാനുള്ള വക, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയുള്ളത് ആന്റണി രാജുവിനെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും, ശിക്ഷിക്കപ്പെട്ടാൽ നിയമസഭാംഗത്വം സ്വാഭാവികമായി റദ്ദാവും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ നടപടി എടുക്കേണ്ടത്. പക്ഷേ ആന്റണി രാജുവിന് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതി ശിക്ഷാവിധി സ്റ്റേ ചെയ്താൽ ആന്റണി രാജുവിന് തൽസ്ഥാനത്ത് തുടരാനാകും. അതാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച് പ്രതീക്ഷ ഉള്ള ഒരു കാര്യം. കാരണം ഇന്ന് കോടതി വിധി പുറത്തു വരുമ്പോൾ ഇതിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 409 വകുപ്പുണ്ട്. അത് പൊതു സേവകനായിരുന്ന ഒരാൾ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന കുറ്റമാണ്. ഇത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാം. ഇത്തരമൊരു കുറ്റത്തിന് എന്തായാലും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഉറപ്പായും ശിക്ഷ ലഭിക്കും. അതെന്ത് ശിക്ഷയായിരിക്കും? അത് 10 വർഷം കിട്ടിയാൽ തന്നെ നിയമസഭാംഗത്വം റദ്ദാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയുമോ എന്നതിലുള്ള അതൊരു വലിയ ചോദ്യമാണ്. രാഷ്ട്രീയ ഭാവി എന്താകും? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. എന്താകും ആന്റണി രാജുവിന്റെ ഭാവി? ഈ തെരഞ്ഞെടുപ്പിലേക്ക് 3 മാസമേ ഉള്ളൂ. സുജയ, ആന്റണി രാജുവിന്റെ ഭാവിക്കൊപ്പം ആന്റണി രാജു പ്രതിനിധാനം ചെയ്യുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയും കൂടിയാണ് തുലാസിലേക്ക് പോകുന്നത്. 3 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരം സെൻട്രലിൽ ആന്റണി രാജുവിന് മറ്റ് തരത്തിലുള്ള വെല്ലുവിളികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ LDF ധാരണ തന്നെ ഇതിനകം തന്നെ ഉണ്ടായിരുന്നു. മത്സരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളിലേക്കും അനൗദ്യോഗികമായി പ്രചാരണത്തിലേക്കുമൊക്കെ കടക്കുന്നതിനിടയിലാണ് ഈ കേസിലെ വിധിയും വന്നത്. സ്വാഭാവികമായും നേരത്തെ ശ്യാംകുമാർ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 3 വർഷത്തെ ശിക്ഷ കിട്ടിയാൽ പോലും ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ സ്വാഭാവികമായും മേൽക്കോടതിയിലേക്ക് അപ്പീലിന് പോകാനാണ് സാധ്യത. അപ്പീലിന് പോകുന്ന ഒരു സാവകാശം വരെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാനുള്ള സാധ്യതകളും കുറവാണ്. രാഹുൽ ഗാന്ധിയുടെ പോലെ അല്ലെങ്കിൽ പ്രത്യേക കേസായി എടുത്ത് വളരെ കുറച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കാനുള്ള നടപടികൾ കടക്കണം. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ അപ്പീൽ പോയി ഒരു സാവകാശം കിട്ടും. ഈ കോടതി വിധിക്ക്, ഇന്ന് വരുന്ന കോടതി വിധിക്ക് സ്റ്റേ കിട്ടും എന്നാണ് അദ്ദേഹം കരുതുന്നത്. അങ്ങനെ സ്റ്റേ കിട്ടിയാൽ പോലും മത്സരിക്കുന്ന സമയത്ത് കീഴ്ക്കോടതി ശിക്ഷിച്ച മേൽക്കോടതിയുടെ സ്റ്റേ കിട്ടിയ ഒരാൾ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് ധാർമ്മികമായ ചില പ്രശ്നങ്ങൾ ആന്റണി രാജുവിന് ഉണ്ടായിരിക്കും. അത് LDFനും പ്രതിസന്ധിയാകാൻ സാധ്യതയുണ്ട്. സുജയ.